അമ്മ പ്രശോഭന അമ്മ 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 വന്നണമ്മ. എന്താ അമ്മ വാ, നീ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? പ്രശോഭന മുത്തുവണ്ണ. എന്താണ് അമ്മ? എനിക്കും അറിയത്തില്ല, ഇവളെന്തോ സേഡി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. ഞാൻ നീ കീറി വിളിക്കുന്നേ? അമ്മ, അമ്മയെ വില കൂടിയ സാരിയിൽ ആരോ കരിവഴി തേച്ചെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. ഈ വീട്ടിലുള്ളവരാണ് തേച്ചെന്ന് അമ്മ പറഞ്ഞില്ലേ? അതെ. പക്ഷെ ആരാണ് തേച്ചെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു. ആര്? അത് ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ശരി, അത് പറഞ്ഞോട്. ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരുന്നത്. അമ്മയുടെ എല്ലാവർക്കും പകയാണ്, അതുകൊണ്ടാണ് അമ്മയുടെ സാരി കരിവഴി തെറ്റെന്നല്ലേ അമ്മ പറഞ്ഞത്. അതെ, ഞാൻ ഇപ്പോഴും അത് തന്നെ പറഞ്ഞത്. വല്ലതും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി ആരായിരുന്നാലും ശരി കാര്യം നേരിട്ട് പറയണം. അല്ലാതെ ഇഷ്ടപ്പെട്ട മുതലേ നശിപ്പിച്ചിട്ടല്ല പകരം വീട്ടുണ്ടത്. അമ്മ എന്നെ പ്രോഗ്രാം കൊളാക്കിന്ന് പറഞ്ഞാല് എനിക്ക് ദേഷ്യം എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷെ ഞാൻ അമ്മയുടെ സാരിയിൽ കരിയൊന്നും വാരി തേക്കത്തില്ല. ഞാനും തേക്കത്തില്ല. ആരാണെന്നാ? നമ്മുടെ കൂട്ടത്തിലുണ്ട് ആ ആള്. അത് പറ അങ്ങോട്ട്. അത് പറയാനാ ഈ നിൽക്കുന്ന മുത്തോണാണ് അമ്മയുടെ സാരിയിൽ കരിവഴി തേച്ചത്. അയ്യോ പുളു, ദൈവദോഷം പറയരുത് കേട്ടാ. ഞാൻ എന്റെ കൊച്ചമ്മയുടെ സാരി കൊണ്ട് അത്രയും സൂക്ഷിച്ചാണ് കഴിയുന്നത്. എനിക്കറിയാം, നീ അങ്ങനൊന്നും ചെയ്യത്തില്ല. തെളിവ് ഉൾപ്പെടെയാണ് ഞാനും പ്രതീക്ഷനും കൂടെ കൊണ്ടുവന്നത്. ആ തെളിവ് കാണിക്കട്ടെ, പറയട്ടെ ഞാൻ. ശരി അമ്മ, ഈ മുത്തോണ്ണന്റെ കവിത ആരോ അടിച്ചു മാറ്റി പോയി ഡള്ളാസ് എന്ന് പറഞ്ഞ അയാളെ വീട്ടിലെ ഈ മുത്തോണ്ണെ കരി ഓയിലും തേച്ചുകൊണ്ട് പോയി അവിടെ എന്തോന്ന് കവിത കള്ളൻ എഴുതി വെച്ചില്ലേ? എഴുതി വെച്ചോ ഇല്ലയോ? എഴുതി വെച്ചു. ആ കരി ഓയില് തേച്ചൊഴിച്ച് കളയാൻ വേണ്ടി നമ്മളെ കുളത്തിന്റെ അവിടെ വന്നാണ് തേച്ചൊഴിച്ച് കളഞ്ഞത്. അത് മാത്രല്ല, കരി ഓയിൽ വാങ്ങിച്ച കടയിൽ നിന്ന് ബില്ല് സഹിതം ഞാൻ കണ്ടുപിടിച്ചു. ഇത് സത്യമാണ് കൊച്ചമ്മ. വെള്ളത്തിന്റെ വീട്ടിൽ പോയി ഞാൻ ഈ കവിത കള്ളൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഏത് കോടതിയിൽ വേണമെങ്കിലും ഞാൻ പറഞ്ഞോളാം. ഇതുവരെയൊക്കെ ഉള്ള സംഗതി മനസ്സിലായി. എന്റെ സാരിയില് കരിവാരി തേച്ച അത് പറ. സാരിയിൽ കരിവാരി തേച്ചത് ഈ മുത്തോണം തന്നെയാണ്. പക്ഷെ അത് മനഃപൂർവ്വം തേച്ചതല്ലെന്നേ ഉള്ളൂ. മുത്തോണ ഈ കരി ഓയിൽ തേക്കാൻ വേണ്ടി കുളത്തിന്റെ അവിടെ പോയില്ലേ? മുത്തോണം വിചാരിച്ച കരി എല്ലാം പോയെന്ന്. എന്നിട്ട് നേരെ ചെന്ന് സാരി മടക്കാൻ വേണ്ടി പോയപ്പോ അതിലെത്രയായി. അങ്ങനെയാണ് കരി ആയത്. സത്യമാണ് കൊച്ചമ്മ. അത് കൊച്ചമ്മ എടുത്ത് പറഞ്ഞ കൊച്ചമ്മ എങ്ങനെ പ്രതികരിക്കും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് പറയാത്തത്. കരി ഓയിൽ തേച്ചുകൊണ്ട് പകരം വീട്ടാൻ പോവുക, കവിതക്കള്ളനെന്ന് എഴുതി വെക്കുക, എന്തോന്നാടാ അതിന്റെയൊക്കെ ബുദ്ധി ഇത്? അല്ല ഒരു കാര്യം, അപ്പൊ പത്രം എന്തിനാ വലിച്ചു കയറിയത്? എന്റെ അമ്മയുടെ അമ്മൂമ്മയുടെ ഞാനല്ലേ ചെയ്തത്. പിന്നെ അതാരാ ചെയ്തത്? അതാരാണ് ചെയ്തത് നമുക്കറിയണം. പത്രം ആരാ വലിച്ചു കയറിയ ഇവിടെ? അമ്മ, പത്രം കീറിയത് ഞാനാ. എങ്ങനെ ഇരിക്കണ്? എന്തിന്? അത് ഇന്നലത്തെ പ്രോഗ്രാമിന്റെ ഫോട്ടോ ആ പേപ്പറിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിലെന്നെ കാണാൻ ഒന്നിനും കൊള്ളൂല. അപ്പൊ അത് ആരും കാണണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ കീറിയതാ. അയ്യോ എന്റെ പൊന്നു ദൈവമേ, ഈ വീട്ടിൽ ഞാൻ എങ്ങനെ കഴിയുമെന്തോ. എന്തോന്നടാ ഇതൊക്കെ? എന്തോരം കാര്യങ്ങളാ അമ്മ ഈ വീട്ടിൽ നടക്കുന്നത്. ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് അറിയുന്നുമില്ല. ആണോ? അതൊക്കെ അറിയണമെങ്കിലേ അവിടെ ഇവിടെയൊക്കെ കറങ്ങി പാതിരാത്രി വരെ നടക്കാൻ നേരത്തെ കാലത്തെ വീട്ടിൽ കയറണം. അത് ന്യായം. ഒരു ആവശ്യമില്ലായിരുന്നു. എന്നാ പിന്നെ ഞാൻ മേലോട്ട് ചെല്ല, അതാ നല്ലത്. ചേട്ടാ ചുമ്മാ വന്നേക്ക്. പത്രം കീറാനൊരു കാരണം, കരിയോയിലും കൊണ്ട് പോയിട്ട് വേറൊരു കാരണം. കൊച്ചമ്മ സോറി കൊച്ചമ്മ, അറിയാതെ പറ്റിപ്പോയാണ് കൊച്ചമ്മ. സാരമില്ല. എനിക്ക് ആ സാരി ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണ്. എനിക്ക് അറിയാം കൊച്ചമ്മ. സാരമില്ല, അതിന്റെ കാശ് നിന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ കേട്ടോ. ശരി കൊച്ചമ്മ, വലിയ ഉപകാരം. അല്ല അത് തന്നെ ശമ്പളത്തിൽ നിന്ന് ഞാൻ പഠിച്ചപ്പോ. എന്താ ഞാനേ ഇത്ര കഷ്ടപ്പെട്ടെ ഇതെന്തിനാണ് കണ്ടുപിടിച്ചെന്നറിയാമോ? അമ്മ എനിക്ക് വേണ്ടിയിട്ടേ ആ ചോപ്രയിൽ പോയി ഇടിച്ചില്ലേ? അത് ഞാനാണെന്ന് നീ എങ്ങനെ പറഞ്ഞു? എനിക്ക് വേണ്ടി ഇങ്ങനെ ഇടിക്കാനൊക്കെ ആരായിരിക്കുന്നത്? അമ്മയല്ലേ ഉള്ളൂ. എന്റെ പൊന്നു കൊച്ചെ, ഇതിവിടെ ആരും അറിയരുത്. എനിക്കൊരു പബ്ലിസിറ്റിയും വേണ്ട. ഒരു ചിരി വേണ്ടാത്ത കുഴിയിലൊക്കെ ചെന്ന് ചാടും. എന്നിട്ട് പിന്നെ